അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് റെഡ്മി 9 പവർ എന്ന് പറഞ്ഞ ഫോൺ എങ്ങനെയാണ് ഡിസസംബിൾ ചെയ്യണതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സിം ട്രേ ഊരി മാറ്റാം. ഇനി ഈ സൈഡ് ഉണ്ടല്ലോ, സിം ട്രേ വരുന്ന ആ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ വിട്ടുപോരും. ഈ ഒരു കോർണർ സൈഡുകളിലാണ് കൂടുതൽ ടൈറ്റ് വരിക. അപ്പോൾ കോർണറിൽ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് ഒന്ന് കൂടുതൽ പവർ കൊടുക്കേണ്ടി വരും. ഇവിടെ ഒന്ന് സൂക്ഷിക്കണം, ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗത്ത് സ്ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ ഒക്കെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടായി പോകും. തുറക്കുമ്പോഴും ഭയങ്കര സൂക്ഷിച്ച് വേണം തുറക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങനെ കൈ ഒന്ന് തെന്നി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടാവും. പിന്നെ നമ്മളത് ജമ്പർ ചെയ്യാനൊക്കെ ഭയങ്കര പണിയാവും. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് തുറക്കണം. അപ്പോൾ സ്ട്രിപ്പ് കറക്റ്റ് ഇങ്ങനെ ഇരുന്നോളും. ഇനി സ്ക്രൂകൾ അഴിക്കാം. സ്ക്രൂ അഴിക്കൽ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാട്ടാ, അല്ലെങ്കിൽ സമയം വെറുതെ പോകുമല്ലോ. ഇതുപോലത്തെ ഈ ബാക്ക് സൈഡ് 9 പവർ പോലത്തെ മോഡലുകളുടെയൊക്കെ ബാക്ക് സൈഡ് അഴിക്കാനായിട്ട് ഇതുപോലെ തന്നെയാണ്. അല്ലാതെ ബാക്കിൽ ഒരു പാനലിൽ സ്റ്റിക്കർ മാത്രം പൊളിച്ച് എടുക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്ലാസും പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വരുന്നതൊക്കെ ഒട്ടിപ്പായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രൂ അഴിച്ചിട്ട് ഈ ഒരു ഭാഗം പൊക്കിയെടുക്കുക. ഇതിൽ കുറേ സ്ക്രൂകൾ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് ഒരുമിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മിസ്സായി പോകും. പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ബാറ്ററി കണക്ടർ ഊരിയിടാന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പും ഊരിയിടാം. ഈ ഒരു ഭാഗം മാറ്റി വയ്ക്കുക. പിന്നെയാണ് നമ്മൾ കൂടുതലും സൂക്ഷിക്കേണ്ടത്, ക്യാമറയിലൊന്നും സ്ക്രാച്ച് വരരുത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കണക്ടറും ഊരിയിടാം. ക്യാമറയിൽ നമുക്ക് പറ്റണമെങ്കിൽ ടാപ്പ് ഒട്ടിക്കാം. അടിയിലും ഇതുപോലെ CC ബോർഡിൻ്റെ അവിടെ സ്ക്രൂകൾ വരുന്നുണ്ട്, അത് ഇതേപോലെ തന്നെ അഴിക്കുക. ആ ഒരു മുകളിലെ പാനൽ മാറ്റുക, CC ബോർഡ് ഇളക്കുക. അപ്പം നമ്മളിനി ക്യാമറകൾ ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ക്യാമറ ഊരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ലെൻസിന്മേൽ തൊടരുത്. ലെൻസിന്മേൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ചടങ്ങാണ്. ഈ മെയിൻ ക്യാമറ അഴിക്കുമ്പോൾ സൂക്ഷിച്ച് അഴിക്കുക, സ്ട്രിപ്പിലൊന്നും പിടിച്ച് വലിക്കരുത്. പിന്നെ നെറ്റ്വർക്കിൻ്റെ ആൻറ്റിന കേബിളും അഴിച്ച് മാറ്റാം. ഈ ഒരു ഏറ്റവും മുകളിൽ വരുന്ന ക്യാമറയുടെ കണക്ടർ അടിയിലാണ് വരുന്നത്. അപ്പോൾ ബോർഡ് ഇളക്കിയാൽ മാത്രമാണ് അത് ഊരാൻ പറ്റുള്ളൂ. ബോർഡ് എപ്പോഴും ആ സൈഡിൽ നിന്നായിരിക്കും ഊരാൻ മിക്കതും അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഇത് അഴിച്ചെടുക്കുക. ഇത്രയ്ക്കാണ് നമ്മളിപ്പോൾ അഴിച്ച് മാറ്റിയേക്കണത്. ഇനി വരുന്നത് ബോർഡാണ്. ബാക്കിയുള്ളത് കഴിക്കാൻ എളുപ്പമാണ്. ബാറ്ററിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.